വണക്കം. അങ്ങനെ നമ്മുടെ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ, നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ, കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ അല്ലായിരുന്നു, കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞാ സമയത്ത് ഇതുവരെ വി ഡി എന്നുള്ളതിന് വടശ്ശേരി ദാമോദരൻ സതീശൻ എന്നായിരുന്നു. ഇന്നലെ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്നായി മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് വി ഡി സതീശൻ പട്ടത്തൊരു അരമനയിലെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തി അവിടെയുള്ള ലോഹയിട്ട പാതിരിയുടെ കൈമുത്തി. അത് കഴിഞ്ഞ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അദ്ദേഹം വെള്ളയമ്പലത്തെത്തി അവിടെയുള്ളൊരു പാതിരിയുടെ കൈമുത്തി എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടുന്നുണ്ട്, അവർക്ക് മതരാഷ്ട്രവാദമില്ലെന്ന് പറയുന്നുണ്ട് നമ്മുടെ വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ. കൊള്ളാല്ലേ, നല്ല പേര്, വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ. വി ഡി സതീശൻ, വീർ സവർക്കർ, വി ഡി സതീശൻ, വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ. മറ്റേത് വിനായക് ദാമോദർ സതീശൻ, രണ്ടിലുമുണ്ട് ദാമോദർ. എന്തായിരുന്നാലും നമ്മുടെ വി ഡി സതീശണ്ണൻ വലിയ രീതിയിൽ ഭരിച്ചു മുന്നേറുകയാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ അണ്ണൻ്റെ കുറേ പ്ലസ് പോയിൻ്റൊക്കെ നമ്മൾ ചർച്ച ചെയ്തല്ലോ. ഇന്ന് അണ്ണൻ നമ്മുടെ ജൻസികൾക്കിടയിൽ പൂക്കി മുഖ്യമന്ത്രിയായി മാറിയിരിക്കുകയാണ്. പോരാത്തതിന് ഫയലുകളെല്ലാം തുറന്നിട്ടു. നമ്മുടെ കോഴി മാങ്കൂട്ടത്തിലാണെങ്കിൽ വലിയൊരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരു യമണ്ടം പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. വരുന്നടാ നമ്മുടെ സിംഗം ഷൗക്കത്തലി, DYSP ഷൗക്കത്തലിയാണ് ഇനി രക്ഷാപ്രവർത്തനത്തിൻ്റെ കേസ് അന്വേഷിക്കാൻ പോകുന്നത്. ഷൗക്കത്തലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടി പി വധക്കേസിലെ പ്രതികളുണ്ട്, കിർമാണി മനോജ്, ഇവനെയൊക്കെ പിടിച്ച് അകത്തിട്ടാണ്, കുഞ്ഞനന്തനെയൊക്കെ പിടിച്ച് തട്ടിത്തോളി കയറ്റി അകത്തിട്ടാണ്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് വലിച്ചു കിടക്കുകയാണ് ഷൗക്കത്ത് അലി എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. കാരണം DYSP ആണെങ്കിലും 10 കൊല്ലം പിണറായി വിജയനായിരുന്നല്ലോ ആഭ്യന്തരം. ആ ആഭ്യന്തരത്തിനിടയിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഷൗക്കത്ത് അലിയാണ് ഇപ്പോൾ പൊടി തട്ടിയെടുത്ത് രക്ഷാപ്രവർത്തനത്തിൻ്റെ കേസ് അന്വേഷിക്കാനായിട്ട് വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വി ഡി സതീശൻ മുന്നേറുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്തായിരുന്നാലും ദേശാഭിമാനിയൊക്കെ ഇന്ന് വിമർശന ശരങ്ങളാണ് എഴുതിയിരിക്കുന്നത്. തൊലിക്കട്ടി സമ്മതിക്കണം, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വന്നിട്ട് ഈ പാർട്ടി ഇതൊന്നും കൊണ്ട് തളർന്നു പോകുമെന്നോ വിചാരിക്കേണ്ട. സത്യം പറഞ്ഞാൽ കാണ്ടാമൃഗം മാറി നിന്നു. അമ്മാതിരി തൊലിക്കട്ടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്, സത്യമായിട്ട് പറയുന്നു. കാരണം ഒരു പാർട്ടിയെ തോപ്പിച്ച് മൂലയിലിരുത്തി. സ്വജനപക്ഷപാതത്തിൻ്റെ അങ്ങറ്റമായിരുന്നു മക്കൾ വാത്സല്യം. അതും സ്വജനപക്ഷപാതം, മക്കൾ വാത്സല്യം ഇപ്പോഴും സ്വന്തം കുടുംബത്തിൻ്റെ ആ ഒരു നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് വയ്യെങ്കിലും പ്രതിപക്ഷ നേതാവായിട്ട് കയറിയിരിക്കുന്നത്. കാരണം മോളുടെ മരുമോനെ, അതായത് സ്വന്തം മകളായിട്ടുള്ള വീണയെ കെട്ടിയിരിക്കുന്നത് റിയാസിനെ എങ്ങനെയെങ്കിലും ഒരു കര പറ്റിക്കാതെ എനിക്കൊരു മനനിമ്മതിയില്ല, എങ്കിൽ മാത്രമേ വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങ് മുതൽ ഇങ്ങ് വരെ, അതായത് പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള CPM ജില്ലാ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി എല്ലാമാരും ഊടുപാട് തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അതൊന്നും ഒരു വിഷയമല്ല എന്ന് പറഞ്ഞ് കണ്ണൂരി വന്നിറങ്ങിയപ്പോൾ ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചാണ് അണ്ണനെ സ്വീകരിച്ചത്. എനിക്ക് മനസ്സിലാവുന്നില്ല സത്യമായിട്ടും. അതിനിടയിൽ നമ്മുടെ വി ഡി സതീശൻ്റെ ഭരണം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഭരണം, ഫസ്റ്റ് ദിവസത്തെ മന്ത്രിസഭാ തീരുമാനങ്ങളെല്ലാം തന്നെ വെറും കൂറയായിരുന്നു. ഇത് ഞാൻ പറഞ്ഞില്ല, ദേശാഭിമാനി പറഞ്ഞാണ്. അതങ്ങനെ വരൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനിടയിൽ നമ്മുടെ ദേശാഭിമാനിക്കടക്കം പിടിക്കാനായിട്ട് ഒരു കിടിലൻ സാധനം കിട്ടിയിട്ടുണ്ട്. വടശ്ശേരി ദാമോദരൻ മേനോൻ എന്നുള്ളതാണ് ആ സാധനം എന്ന് പറയുന്നത്. അതിലവർ കയറി പിടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ പാർട്ടിയെ തകർക്കാൻ പുറത്തുനിന്ന് ആരും വരേണ്ട ആവശ്യമില്ല. UDFനെ അകത്ത് നിന്ന് തന്നെ ഒരുപാട് പേര് തകർക്കാനായിട്ടുണ്ട് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്ന സംഭവമാണ്. രണ്ടാമത്തെ ദിവസം തന്നെ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. പാർട്ടിക്കകത്തുള്ള ജിൻഡോ ജോൺ തന്നെയാണ് ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് വടശ്ശേരി ദാമോദര മേനോനാ, ഈ മേനോൻ ഇത് എവിടെ നിന്ന് വന്ന് എന്ന് ജിൻഡോ ജോൺ ചോദിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഫേസ്ബുക്ക് പേജിൽ വന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പേജ് തേക്കുംകാട്ടിൽ ജോൺ റോമൻ കാത്തലിക് ജിൻഡോ എന്നല്ല, ജിൻഡോ ജോൺ, അത് മതി, അങ്ങനെ അറിയപ്പെട്ടാൽ മതി, അതല്ലേ അതിൻ്റെ ഒരു ബ്യൂട്ടി. പഞ്ചിത്തിരി കുറഞ്ഞാലും ജാതിവാലുകൾ ചുമക്കാത്ത കോൺഗ്രസ് ആകുന്നതാണ് കുറേ കൂടി ഇൻക്ലൂസീവ്. എൻ്റെ രാഷ്ട്രീയം എൻ്റെ ബോധ്യങ്ങൾ കൂടിയാണ്, ഒരല്പം ലെഫ്റ്റായാലും കോൺഗ്രസ് ബോധ്യം എന്നാണ് ജിൻഡോ ജോൺ പറയുന്നത്. വളരെ നല്ല കാര്യമാണ്. ജാതിവാലി ചുമക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. അങ്ങനെയുള്ള പാർട്ടി ജാതി നോക്കാതെ എന്ത് ചെയ്യണം? ആൾക്കാരെ തിരഞ്ഞെടുപ്പിന് നിർത്തണം. മതം നോക്കി എന്ത് ചെയ്യരുത്? പാതിരിമാരുടെ കൈമുത്താനായിട്ട് പോകരുത്. പോരാത്തതിന് മതം നോക്കി ഒരു മതത്തെ ഉയർത്തി മറ്റൊരു മതത്തെ ഇകഴ്ത്തിയുള്ള പരിപാടി കാണിക്കരുത്.
എസ്പെഷ്യലി തീവ്രവാദികളുമായിട്ട് കൂട്ടുകൂടരുത്. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രശ്നമില്ല, പിന്നെ പാതിരിമാർക്കും പ്രശ്നമില്ല. പാതിരിമാരുടെ കൈമുത്തുമ്പോഴൊന്നും ആർക്കും ഒരു പ്രശ്നവും ഇല്ല. അതായത് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷവും പാതിരിമാരുടെ കൈ പോയി മുത്തിയിട്ടുണ്ട്, അപ്പോഴും ഒരു പ്രശ്നവും ആർക്കും ഇല്ല. പക്ഷേ ഈ മേനോൻ എന്ന് പറഞ്ഞതാണ് നമ്മുടെ ജിൻഡോ ജോണിന് വലിയ പ്രശ്നമായി ഭവിച്ചിരിക്കുന്നത്. നമുക്കിതിലൊന്നുമില്ല, കാരണം അവരുടെ പാർട്ടി അവരായിട്ട് ഇടപെടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഓടുന്നു, അവസാനം സതീഷിനെ ഇവന്മാരെല്ലാം കൂടെ വലിച്ച് താഴെ ഇടുന്നു. ഇതാണ് അവസാനം നടക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം വിനു വി ജോണിൻ്റെ ഒരു ചർച്ചയുണ്ടായിരുന്നു. വിനു വി ജോണിൻ്റെ ചർച്ചയിൽ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ പാതിരിമാരുടെ കൈമുത്താൻ പോകുന്നത്, കൈമുത്തുന്ന ഇവർ എന്തുകൊണ്ട് SNDPയോടും NSSനോടും മുഖം തിരിച്ച് നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതെന്താ, പാതിരിമാർക്കുള്ളതുപോലെ നല്ല മിനിമിനിത്ത ലോഹ SNDPയുടെ വെള്ളാപ്പള്ളി നടേശൻ ഇല്ലാത്തത് കൊണ്ടാണോ സതീഷിന് അങ്ങോട്ട് പോകാത്തതെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എല്ലാം നിർത്തണം, ഒന്ന് തുടർന്ന് വേറൊന്നിനെ ഇകഴ്ത്തിയാൽ അത് ഇരട്ടത്താപ്പാണ് എന്ന് അയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വിനുവിന് അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അതുകൊണ്ടാണ് വിനു അവിടെ നിന്ന് ഇറങ്ങി ഓടാത്തത് എന്നെനിക്ക് തോന്നിപ്പോയി. അതൊന്ന് കണ്ടുവെച്ച് വരാം. ഈ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷവും മുഖ്യമന്ത്രി ഒരു സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് പട്ടത്തെ ഒരു അരമനയിൽ പോവുകയും കൈമുത്തുകയും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വെള്ളയമ്പലത്തെ ഒരു അരമനയിൽ പോയി കൈമുത്തുകയും ചെയ്തു. അതിന്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ വെള്ളയമ്പലത്തിൽ നിന്ന് കുറച്ചും കൂടെ കിഴക്കോട്ട് പോയാൽ, കവടിയാറ് പോയാൽ അവിടെ ഒറിജിനൽ അരമനയും ഒറിജിനൽ അന്തപ്പുരവും ഒറിജിനൽ കൊട്ടാരവും ഒറിജിനൽ തിരുമേനിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്തിനാണ് ഈ ഫ്യൂഡൽ ചിഹ്നങ്ങളും ഫ്യൂഡൽ പദാവലികളും ഒക്കെ ഇപ്പോഴും നിലനിർത്തുന്ന ഈ മത പൗരോഹിത്യത്തിന്റെ മുന്നിൽ എന്തിനാണ് ഈ മുഖ്യമന്ത്രി മുട്ടുമടക്കുന്നത്? വെള്ളാപ്പള്ളി നടേശനെ കാണുന്നില്ല, സുകുമാരൻ നായരെ കൂട്ടാക്കുന്നില്ല എന്ന് പറഞ്ഞതിൽ വലിയ ഊറ്റം കൊണ്ടവരല്ലേ നമ്മൾ. അപ്പൊ അതിന്റെ മുന്നിൽ ഈ പ്രാവശ്യം ഇന്ന് നടന്നത് വളരെ വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം എന്താണ് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കും ഉള്ള കുറവ്? അവർക്കെന്താ പശ്ചിമേഷ്യൻ ലോഹയില്ലേ? അവർക്ക് തുന്നൽ പണികളുള്ള സചിത്രമായിട്ടുള്ള ശിരോവസ്ത്രമില്ലേ? അത് ഇത് ഇടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെടുത്തും പോയിട്ട് കൈമുത്തുമോ? അപ്പൊ ഈ കൈമുത്തൽ പരിപാടി അതിപ്പോ ഈ മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത ന്യൂനപക്ഷ പൗരോഹിത്യത്തെ പ്രീണിപ്പെടുത്തുന്നതല്ല. ഈ മത ന്യൂനപക്ഷ പൗരോഹിത്യത്തിന്റെ മുന്നിൽ പോയിട്ട് അടിയറവ് പറയുന്നതല്ല മതേതരത്വം. മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിയെ വേണ്ടെങ്കിൽ, സുകുമാരൻ നായരെ വേണ്ടെങ്കിൽ, അതേപോലെ തന്നെ മെത്രാന്മാരെയും വേണ്ട എന്ന് പറയാനുള്ള ആർജവമാണ് ശരിയായിട്ടുള്ള മതേതരത്വം. മതനിരാസമല്ല ഞാൻ പറയുന്നത്. ഇവരാരും പറഞ്ഞു കഴിഞ്ഞാൽ ആരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇവരുടെയൊക്കെ പരിഭവം തീർക്കേണ്ട സമയമല്ല ഇത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണ്. അപ്പൊ ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരത്തിൽ ഏതെങ്കിലുമൊക്കെ പുരോഹിതന്മാരുടെ മുന്നിൽ പോയി നിന്നിട്ട് റാൻ വിളിക്കുക, ഈ തമ്പരാക്കന്മാരും തിരുമേനികളും അന്തപ്പുരങ്ങളും അരമനകളും ഒന്നും ഇനി വേണ്ടെന്നേ നമുക്ക്. ഇതിന് എവിടെയെങ്കിലും വെച്ച്, ഇത് ഏതെങ്കിലും ഒരു സമയത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ഈ ഫ്യൂഡൽ ചിഹ്നങ്ങളും ഫ്യൂഡൽ പദാവലികളും ഒക്കെ ഒഴിവാക്കിക്കൂടെ? ഇവിടെ ഒരു വശത്ത് തിരുമേനിമാര്, വേറൊരു വശത്താണെങ്കിൽ ഇപ്പൊ പുതിയ വീണ്ടും ഇപ്പൊ പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് വരികയാണ് മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് സാഹിബ്, ജനാബ്. സംഭവം ഒന്ന് തന്നെ. അത് പിന്നെ ഞാൻ അതിന്റെ എറ്റിമോളജി തിരയുകയായിരുന്നു. അറബിയിൽ തുടങ്ങി പേർഷ്യൻ ഭാഷ വഴി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വന്നിട്ടുള്ള ഓണർഫിക്സ് ആണ് ഇതെല്ലാം. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ സാഹിബും വേണ്ട, നമുക്ക് ജനാബും വേണ്ട, തിരുമേനിയും വേണ്ട, നമുക്ക് ഈ കൈമുത്തൽ പരിപാടിയും അവസാനിപ്പിക്കണം. കാരണം അല്ലെങ്കിൽ ഇത് ഇരട്ടത്തപ്പായി പോകും. കാരണം വെള്ളാപ്പള്ളിയെ, സുകുമാരൻ നായരെ അവരോട് മാത്രമാണ് വിരോധമെങ്കിൽ ഇത് ഇരട്ടത്താപ്പായി പോകും. ഇവരോടെല്ലാവരും, കാരണം ഇനി ഇദ്ദേഹത്തിന് ശിവരി മഠത്തിൽ പോകാതിരിക്കാൻ പറ്റുമോ? അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ വടക്കോട്ടുള്ള യാത്രയിൽ പിന്നെ വള്ളിക്കാവില് അമൃതാനന്ദമയിയുടെ മഠത്തിൽ പോകാതിരിക്കാൻ പറ്റുമോ? കണിച്ചംകുളങ്ങരയിൽ പോകാതിരിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് പെരുന്നയിൽ പോകാതിരിക്കാൻ പറ്റുമോ?